ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് അജയുടെയും അപർണയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അജയുടെയും അപർണയുടെയും ആ ഒരു വിവാഹ നിശ്ചയം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അളകാപുരി തറവാടും നമ്മുടെ പടനിലത്തുകാരും. അങ്ങനെ നേരെ എല്ലാത്തിനുള്ള ഒരു വലിയൊരു ആഘോഷം പോലെയാണ് അവർ ആ ഒരു നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ എല്ലാവരും കൂടി ഒത്തുകൂടി വിവാഹ മണ്ഡപത്തിൽ ഈ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അമൽ ഭയങ്കര സന്തോഷമായി. അമൽ ചെണ്ടമേളത്തിൻ്റെ കൂടെ ആടിപ്പാടി ഉല്ലസിച്ചൊക്കെ നടക്കുവാണ്. എങ്കിലും ഇത്രയും ആഘോഷങ്ങളും ഇത്രയും ആർഭാടത്തോടെ എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ജാനകിയുടെ മനസ്സിൽ അജയ് ഈ വിവാഹത്തിന് തയ്യാറല്ല. അജയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവിടെ അപർണയെ വിവാഹം കഴിക്കാനായിട്ട് അജയ് തയ്യാറാകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് ജാനകി. അങ്ങനെ ജാനകി ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോഴും അബി അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം ഈ ഒരു വിവാഹ നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയാണ്. അങ്ങനെ തമ്പി അപർണയും കൂട്ടി അവിടെ വിവാഹ നിശ്ചയത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ട് അപർണ ഒരുങ്ങി വരികയും അങ്ങനെ എല്ലാ കുടുംബക്കാരുമായിട്ട് അവിടെ ഒത്തു ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അജയെ കാണാനില്ല. ഇതേ സമയം അജയ് ആണെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് നിരഞ്ജനെ കാണുകയും അങ്ങനെ നിരഞ്ജനയുടെ പിറകെ ഈ വിവാഹ നിശ്ചയം എല്ലാം മാറ്റിവെച്ച് നിരഞ്ജനയുടെ പിറകെ പോകുന്ന കാഴ്ചയാണ്. നിരഞ്ജനെ തേടി നിരഞ്ജനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അജയ് ശ്രമിക്കുന്നത്. അങ്ങനെ അജയ് അപർണ നിരഞ്ജനയുടെ കാറിന്റെ പിന്നാലെ വെച്ച് പിടിച്ച് പോവുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അജയുടെ കാറ് സ്റ്റോപ്പ് ആവുകയും കാർ ഓഫായി പോവുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവസാനം ആ ഒരു കാറിന്റെ പിറകെ ഓടുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ അപർണയുടെ കാറിന്റെ പിറകെ നമ്മുടെ നിരഞ്ജനയുടെ കാറിന്റെ പിറകെ പോയെങ്കിൽ പോലും മരണം മുന്നിൽ കണ്ട് എങ്ങനെയെങ്കിലും മരിച്ചാൽ മാത്രം മതി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് അജയ്, എന്നിട്ടും ആ ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ജീവിതം ഇനി കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് കണക്ക് കൂട്ടി ഭയങ്കര സങ്കടത്തോടെ മരണം മുന്നിൽ കണ്ടാണ് അവിടെ നിരഞ്ജന കാർ ഓടിച്ചു പോകുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നേരെ നിരഞ്ജന സ്റ്റേറ്റ്സിലോട്ട് പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് എയർപോർട്ടിൽ പോയി അവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷെ നിരഞ്ജനെ കാണാനില്ല. നേരെ നിരാശയോടെയാണ് അജയ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടും ആ ഒരു സമയം എത്തിയിട്ട് പോലും അജയെ കാണാനില്ല. നിശ്ചയ സമയം എത്തി. ഒരുപാട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് അജയ് എവിടെ. പക്ഷെ അവിടെ അജയെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വിവാഹം നിശ്ചയം നടന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ തന്റെ കുടുംബക്കാരെല്ലാവരും നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ വരും. അതും ശത്രുവിന്റെ മകളെ ശത്രുവിനെ മിത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ജാനകിയും അബിയെല്ലാം ഈ ഒരു കാര്യം ചെയ്തത്. എന്നാൽ അവസാനം അജയ് ഈ ഒരു വിവാഹ നിശ്ചയത്തിന് എത്തിയില്ല. വിവാഹ നിശ്ചയം നടന്നില്ല എന്നുണ്ടെങ്കിൽ തമ്പിയുടെ പക കൂടത്തേ ഉള്ളൂ. അത് പിന്നെ ഒരുപാട് പ്രതികാരത്തിലോട്ട് എത്തും. പിന്നെ അവസാനം നമ്മളെ കുടുംബത്തെ തന്നെ നാശത്തിലോട്ടാക്കും. അതിന്റെ കൂടെ തന്നെ എല്ലാവരും തന്നെ പഴിക്കത്തുള്ളൂ. ഞാനാണ് ഈ ഒരു വിവാഹത്തിന് ഈ ഒരു ഇവരുടെ രണ്ടുപേരുടെ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ജാനകി. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം. അതുവരേക്കും ബൈ.